ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മി ആത്മീയതയുടെ 206-ാമത്തെ സെഷനാണല്ലോ ഇത്. 6-ാം സദനത്തെക്കുറിച്ചുള്ള 46-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സദനത്തെക്കുറിച്ചുള്ള 9-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. കഴിഞ്ഞ അധ്യായത്തില് ബൗദ്ധിക ദർശനത്തെക്കുറിച്ച് അമദ്രേസ്യ പങ്കുവെക്കുകയായിരുന്നല്ലോ. ഈ അധ്യായത്തില് ഭാവന ദർശനങ്ങളെക്കുറിച്ച് അമദ്രേസ്യ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. 1-ാമത്തെ ഖണ്ഡിക. അടുത്തതായി ഭാവന ദർശനങ്ങളെ പറ്റി പ്രതിപാദിക്കാം. ഇമാജിനറി വിഷൻസ്. മുൻ വിവരിച്ചവയിൽ എന്നതിലധികം ഇവയിലാണ് പിശാച് ഇടപെടുന്നതെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഇവയുടെ ഉത്ഭവം നമ്മുടെ കർത്താവിൽ നിന്നാണെങ്കിൽ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവ കൂടുതൽ പ്രയോജനകരമാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ പ്രകൃതത്തിന് കൂടുതൽ ഇണങ്ങുന്നുവെന്ന് അത്ര ഇതിൽ ന്യായം. ഭാവനാ ദർശനങ്ങളില് പിശാചിന്റെ തട്ടിപ്പുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്ന മദ്രസ പറയുകയാണ്. കാരണം ഭാവന എന്നുള്ള നമ്മുടെ സ്വാഭാവികമായ കഴിവിന്റെ മേല് ദൈവം പ്രവർത്തിക്കുമ്പോൾ ഭാവന ദർശനം ഉണ്ടാകുന്നത്. അങ്ങനത്തെ ഒരു കഴിവിന്റെ മേല് പിശാചിന് പ്രവർത്തിക്കുക താരതമ്യേന എളുപ്പമായതുകൊണ്ടാണ് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന്റെ ഉപദ്രവം കൂടെ സാധ്യമായിരിക്കുന്നത്. എങ്കിലും ഇത് കുറച്ചുകൂടെ നമുക്ക് പെട്ടെന്ന് ഉപകാരപ്പെടുന്ന ഒരു ദർശനമാണ് മദ്രസ പറഞ്ഞത്. കാരണം നമ്മുടെ പ്രകൃതത്തിന് കൂടുതൽ ഇണങ്ങുന്നുവെന്ന് അത്ര ഇതിൽ ന്യായം. നമ്മുടെ പ്രകൃതം നമുക്ക് കണ്ടും കേട്ടും ഒക്കെ ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവമാണ് നമ്മുടെ പ്രകൃതം. ബാഹ്യമായ ലോകത്തിലും ആന്തരികമായ തലത്തിലും ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുമ്പോൾ നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ ബൗദ്ധിക ദർശനം എന്ന് പറയുമ്പം ഇന്ദ്രിയങ്ങളുടെ എല്ലാം പരിധിക്കും പ്രവർത്തന മേഖലയ്ക്കും അതീതമായ ഒരു അവബോധം കിട്ടുന്നതാണ് അമദ്രസ്യ പങ്കുവെച്ചത്. അപ്പൊ ഇവിടെ ഭാവന ദർശനത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടെ നമ്മുടെ പ്രകൃതത്തിന് ഇണങ്ങുന്ന ഒരു അനുഭവമാണ് നമ്മൾ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. ഒടുവിലത്തെ സദനത്തിലെത്തുമ്പോൾ കർത്താവ് നൽകുന്ന ഭാവനാ ദർശനങ്ങൾ കൂടുതൽ ഉയർന്ന തരമായിരിക്കും. അവയോട് കിടനിൽക്കുവാൻ വേറൊന്നുമില്ല. ഈ 6-ാം സദനത്തിൽ കിട്ടുന്ന ഭാവനാ ദർശനങ്ങൾ ഉയർന്നതാണ്. പക്ഷെ ഇതിനേക്കാൾ ഉയർന്ന തലത്തിലുള്ള ഭാവനാ ദർശനങ്ങളാണ് അടുത്ത സദനത്തിൽ ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. അവയോട് കിടപിടിക്കാനായിട്ട് വേറെ ഒന്നുമില്ല. 2-ാമത്തെ ഖണ്ഡിക. കഴിഞ്ഞ അധ്യായത്തിൽ പ്രസ്താവിച്ചതുപോലെ കർത്താവ് ആത്മാവിനോടൊത്ത് സഹവസിക്കുന്നതായി സങ്കല്പിക്കുക. ഔഷധഗണമുള്ള ഒരു അമൂല്യ രക്തം ഒരു സുവർണ പേടകത്തിൽ ഇരിക്കുന്നത് പോലെയാണത്. ഭാവനാ ദർശനത്തിന്റെ ഒരു അനുഭവം വിശദമാക്കാൻ വേണ്ടി അമദ്രേസ്യ ഒരു ഉദാഹരണം പറയുകയാണ്. ഒരു കാര്യം സങ്കല്പിച്ചുകൊണ്ട് ആരംഭിക്കാൻ. എന്താ സങ്കല്പിക്കേണ്ടത്? കഴിഞ്ഞ അധ്യായത്തില് നമ്മൾ കണ്ടു ബൗദ്ധിക ദർശനത്തിന് കർത്താവ് കൂടെയുള്ളത് ഒരു പ്രത്യേകമായ രീതിയിൽ ഭൗതിക ദർശനമായിട്ട് അനുഭവിക്കുന്നു. അപ്പൊ അതൊന്ന് ഭാവനയെ കാണാൻ മദ്രസ പറയുകയാണ്. നമ്മുടെ ഉള്ളില് ദൈവം നമ്മോട് വസിക്കുന്നത് ഭാവന ദർശിച്ച് നോക്കുകയും എന്നിട്ട് അതിനെ ഉദാഹരിക്കാനായിട്ട് വേറൊരു ആ നാളുകളിൽ അവർ ഉപയോഗിച്ചിരുന്നതായ ഒരു ചികിത്സാ രീതിയെക്കുറിച്ച് അല്ലെങ്കിൽ ആശയത്തെക്കുറിച്ച് പങ്കുവെക്കുകയാണ്. ഔഷധ ഗുണമുള്ള ഒരു അമൂല്യ രത്നം ഒരു സുവർണ പേടകത്തിൽ ഇരിക്കുന്നത് പോലെയാണ് അത്. ഇവിടെ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അന്നത്തെ കാലഘട്ടത്തില് ഔഷധശക്തി ഉണ്ടെന്ന് കരുതപ്പെട്ട് ചില പ്രത്യേക അമൂല്യ രത്നങ്ങൾ വളരെ വിശിഷ്ടമായ പേടകത്തിനകത്താക്കി അടച്ച് പൂട്ടിയിട്ട് അത് ഈ രോഗശാന്തി കിട്ടാൻ ആവശ്യമുള്ള ആളുടെ കൈ കൊടുക്കും. തുറക്കാൻ പാടില്ല. പക്ഷെ ഇതിനകത്തൊരു രത്നമുണ്ട്. അത് ഉണ്ട് ഇല്ലയോ എന്നുള്ളത് ഈ വ്യക്തി തുറന്നു നോക്കുന്നില്ല. പക്ഷെ അനുഭവത്തിൽ നിന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നു ഈ പേടകത്തിനകത്തുള്ള ആ ഒരു വിശിഷ്ട രത്നം എന്ന് പറയുന്നത് എന്തോ ആ സാന്നിധ്യം മൂലം തനിക്ക് രോഗശാന്തി ഉണ്ടാകുന്നു, ആശ്വാസം ഉണ്ടാകുന്നുണ്ട്. അനുഭവത്തിൽ നിന്ന് മാത്രം അറിയുന്നത്, ഒരിക്കലും തുറന്നു നോക്കാൻ അവസരം കിട്ടുന്നില്ല. അങ്ങനെയുള്ള സുവർണ പേടകം ഈ ഉടമസ്ഥന് തുറന്നു കൊടുത്താലോ തുറന്ന് കാണിച്ചാലോ നമ്മുടെ ഉള്ളിലുള്ള ദൈവസ്ഥാനത്തെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ട്, അറിവ് കിട്ടിയിട്ടുണ്ട്. ദൈവം നമ്മൾ വസിക്കുന്നു. അതാണ് ആഭ്യന്തര കർമ്മത്തിന്റെ ഏറ്റവും അകത്തെ സദനം ദൈവം വസിക്കുന്നത്. നമ്മൾ ഒരിക്കലും കാണുന്നില്ല. അപ്പൊ കാണാനിട വരാതെ തന്നെ ദൈവസ്ഥാനത്തെ അനുഭവിച്ചുകൊണ്ട് നീങ്ങുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്ന മദ്രസ പറയുന്ന കഴിഞ്ഞ അധ്യായത്തിന്റെ ആ ബൗദ്ധിക ദർശനവും. എന്നാൽ ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ വന്ന് ഈ സുവർണ പേടകം തുറന്ന് കാണിച്ചാൽ എന്തായിരിക്കും? അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തെ ഒന്ന് തുറന്ന് കാണാൻ അവസരം ദൈവം തരുന്നു.
ഇതാമത്തെ ദിവസം പറഞ്ഞു വരുന്ന ഉദാഹരണം നമുക്ക് ശ്രദ്ധിക്കാം. ഔഷധ ഗുണമുള്ള ഒരു അമൂല്യ രത്നം ഒരു സുവർണ പേടകത്തിൽ ഇരിക്കുന്നത് പോലെയാണത്. ഒരിക്കലും നാം അത് കണ്ടിട്ടില്ലെങ്കിലും അത് അവിടെ ഉണ്ടെന്ന് നമുക്ക് നല്ല നിശ്ചയമുണ്ട്. അപ്പൊ ദൈവം നമ്മുടെ ഉള്ളിലുള്ള നിശ്ചയമുണ്ട്, ദൈവമാണ് രത്നം. എന്നാൽ നാം അത് സംഭവിക്കുന്നുവെങ്കിൽ അതിന്റെ ഫലസിദ്ധി നമുക്ക് അനുഭവപ്പെടാതിരിക്കുകയില്ല. ഫലസിദ്ധി നമുക്ക് അനുഭവമാണ്, കാണുന്നില്ല എങ്കിൽ പോലും. ഒരിക്കലും അത് കണ്ടിട്ടില്ലെന്ന കാരണത്താൽ അതിനെ വിലമതിക്കാൻ നാം മടിക്കുന്നുമില്ല. അനുഭവം ഉള്ളത് കൊണ്ട് നമ്മളതിനെ ഗൗരവത്തിനെ എടുക്കുകയാണ്. നമ്മൾ വിലമതിക്കുന്നുണ്ട്, നിഷേധിക്കുന്നില്ല. സിദ്ധൌഷധം എന്നോണം അത് പ്രയോഗിക്കുമ്പോൾ ചില രോഗങ്ങൾ ശമിക്കുന്നതായി നമുക്ക് അനുഭവമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ചില രോഗശാന്തികൾ അല്ലെങ്കിൽ ഔഷധ പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ്. എങ്കിലും പേടകം തുറന്നത് പരിശോധിക്കാൻ നാം തുനിയാറില്ല. അത് സാധ്യവുമല്ല. പൂട്ടിയാണ് തന്നിരിക്കുന്നത്, തുറക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഉടമസ്ഥന് മാത്രമേ തുറക്കാൻ വശമുള്ളൂ. പ്രയോഗിച്ച് ഫലം പ്രാപിക്കാനായി അത് നമുക്ക് തന്നിരിക്കുകയാണെങ്കിലും താക്കോൽ അയാൾ കൈവശം സൂക്ഷിച്ചിരിക്കുകയാണ്. ഉടമസ്ഥന് ഇഷ്ടമുള്ളപ്പോൾ തുറന്ന് നമ്മെ കാണിക്കുവാനോ സ്വതന്ത്രമായി തിരിച്ചെടുക്കുവാനോ പാടുണ്ടല്ലോ. സാധാരണമായി അങ്ങനെ ചെയ്യാറുമുണ്ട്. ഈ ഔഷധ ഗുണമുള്ള രത്നം വെച്ചിരിക്കുന്ന പേടകം ഒരാൾക്ക് കൊടുത്തു, ഒരു ദിവസം അല്ല 4 ദിവസം, ഒരാഴ്ച, അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചത് മേടിച്ചുകൊണ്ട് പോകുന്നു ഉടമസ്ഥൻ. തുറന്ന് കാണിക്കുക പോലും ചെയ്യാതെ, ചിലപ്പോൾ തുറന്ന് കാണിച്ചെന്നും വരാം. അയാൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മൂന്നാമത്തെ ഖണ്ഡിക, ഉടമസ്ഥൻ ഉപയോഗിക്കുന്ന ആളിന്റെ ഗുണത്തിന് വേണ്ടി പേടകം തുറക്കാൻ പെട്ടെന്ന് താല്പര്യപ്പെടുന്നുവെന്ന് വിചാരിക്കുക. ആ രത്നത്തിന്റെ ദർശനം അയാളെ പുളകം കൊള്ളിക്കുമെന്നത് അവിതർക്കിതമാണ്. അതിന്റെ വിസ്മയനീയമായ ശോഭ അയാളുടെ സ്മരണയിൽ തങ്ങി നിൽക്കുകയും അധികം ചൈതന്യപൂർണമായി തീരുകയും ചെയ്യും. അത് തന്നെയാണ് ആത്മാവ് സംഭവിക്കുന്നത്. അപ്പൊ ഈ രത്നം വെച്ചിരിക്കുന്ന പേടകം ഉടമസ്ഥൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇടയ്ക്ക് വന്നിട്ട് തുറന്നു കാണിച്ചു കഴിഞ്ഞാൽ അതുവരെ കാണാതെ തന്നെ അകത്തത് ഉണ്ടെന്നുള്ള വിശ്വാസത്തില്, ബോധ്യത്തില്, ഉറപ്പോടെ അത് കൊണ്ടു നടന്നിട്ട് അതിന്റെ ഫലം അനുഭവിക്കുകയായിരുന്നു. ഇവിടെ തുറന്ന് കാണിച്ചു, എന്നിട്ട് പിന്നെ അടച്ചു പൂട്ടിയിട്ട് കൈ തന്നിട്ട് പോയാൽ ആ പേടകം പിന്നെ കാണുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിലുള്ള രത്നത്തിന്റെ ദർശനം അത് കണ്ണുകൊണ്ട് കാണാതെ തന്നെ വ്യക്തമായിട്ട് ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. അങ്ങനത്തെ ഒരു അനുഭവത്തിലേക്കാണ് നമ്മുടെ ഉള്ളിലുള്ള തമ്പുരാന്റെ സാന്നിധ്യം ഈ ദർശനത്തിന്റെ ഭാവനാ ദർശനം വഴിയായിട്ട് തമ്പുരാൻ നമുക്ക് തുറന്ന് കാണിച്ചിട്ട് അടച്ചു വെക്കുന്നു. അങ്ങനത്തെ ഒരു അനുഭവം ദിവസം പറയുകയാണ്. ആ രക്തത്തിന്റെ ദർശനം അയാളെ പുളകം കൊള്ളിക്കുന്നത് അവിതർക്കിതമാണ്. അതിന്റെ വിസ്മയനീയമായ ശോഭ അയാളുടെ സ്മരണയിൽ തങ്ങി നിൽക്കുകയും അധികം ചൈതന്യപൂർണമായി തീരുകയും ചെയ്യും. അതുതന്നെയാണ് ആത്മാവിൽ സംഭവിക്കുന്നത്. സവിശേഷമായ ആനന്ദം ആത്മാവിന് പ്രദാനം ചെയ്യുവാൻ നമ്മുടെ കർത്താവ് തിരുമനസ്സാകുമ്പോൾ അവിടുന്ന് തൻ്റെ സംശുദ്ധമായ മനുഷ്യ സ്വഭാവത്തെ അവൾക്ക്, ആത്മാവിന് വ്യക്തമായി കാണിച്ചു കൊടുക്കുന്നു. ആ ദർശനം അവിടുത്തെ ഇഷ്ടാനുസരണം തൻ്റെ ഭൗമിക ജീവിതത്തിന്റെ രംഗങ്ങളിൽ നിന്നോ, ഭൂമിയിൽ ഈശോ ജീവിച്ച നാളുകളിൽ ഏതെങ്കിലും രംഗത്തിൽ നിന്നോ, ഉയർപ്പിന് ശേഷമുള്ള അവസ്ഥയിലോ മഹത്വപൂർണമായ അവസ്ഥയിലോ ആയിരിക്കാം. മിന്നൽ വേഗത്തിൽ അത് അവസാനിക്കുന്നുവെങ്കിലും മഹസ്തേറിയ ആ രൂപം ആഴമുള്ള ഒരു മുദ്രയത്രേ ഭാവനയിൽ പതിക്കുന്നത്. അതിന്റെ ദർശന സുഖം എന്നേക്കും സിദ്ധിക്കുന്നവരെയും അത് മായിക അസാധ്യമെന്ന് ഞാൻ കരുതുന്നു. ആ ദർശനസുഖം എന്നേക്കും കിട്ടുന്ന എവിടെയാ? മരിച്ച് നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോഴാണ്. അതുവരെയും മായാത്ത ഒരു അനുഭവമായിട്ട് ഈ ദർശന അനുഭവം ആ വ്യക്തിയുടെ ഉള്ളിൽ നിലനിൽക്കുന്നു എന്ന് അമദ്രസ്യ പറയുന്നതാണ്. ഭാവനാ ദർശനത്തെ അമദ്രസ്യ ഉദാഹരണത്തിലൂടെ അവതരിപ്പിക്കുന്നത്. 4-ാമത്തെ ഖണ്ഡിക, രൂപം എന്ന് ഞാൻ പറഞ്ഞെങ്കിലും സാധാരണ കാണുന്നത് പോലെ ചിത്രിതമായ ഒന്നല്ല എന്ന് ഗ്രഹിച്ചുകൊള്ളണം. അത് സജീവമാണ്. എന്തെങ്കിലും ചിത്രം പേപ്പറിലോ ക്യാൻവാസിലോ വരച്ചു വെച്ച ചിത്രിതമായ ഒരു രൂപം അങ്ങനെ കാണുന്ന പോലെ അല്ല. അങ്ങനത്തെ രൂപമല്ല, പക്ഷെ സജീവമാണ്. ഒരു ജീവനുള്ള സാന്നിധ്യ ദർശനം. അങ്ങനെ ചിലപ്പോൾ ആത്മാവോട് സംസാരിക്കുകയും മഹനീയമായ രഹസ്യങ്ങൾ തന്നെ അവൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്യും. ഇനി വെറുതെ കാണുക മാത്രമല്ല, ഈ ദർശനത്തിൽ കാണപ്പെടുന്ന കർത്താവ് ഈ ആത്മാവോട് സംസാരിക്കും, ചിലപ്പോൾ രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് വരും. പക്ഷേ ഒന്ന് പ്രത്യേകം ഗ്രഹിക്കേണ്ടതുണ്ട്, ഈ ദർശനം കുറെ സമയം ദീർഘിക്കുമെങ്കിലും അതിൽ തന്നെ നോക്കി നിൽക്കുക സാധ്യമല്ല. സൂര്യനെ നോക്കുന്നത് പോലെയാണ് അത്. തന്നിമിത്തം ഇത് വേഗത്തിൽ അവസാനിക്കുന്നു. ഇത്തരം ദർശനത്തിന്റെ ഉപകരണമായ ആഭ്യന്തര നേത്രത്തിന്
അതിൻ്റെ പ്രകാശം സൂര്യകിരണങ്ങൾ പോലെ ദുസ്സഹമായത് കൊണ്ടല്ല. കണ്ണുകൊണ്ട് നമ്മൾ സൂര്യനെ നോക്കിയാൽ നമുക്ക് നോക്കാൻ മേലെ ദുസ്സഹമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു രീതി അല്ല ഇവിടെ അവസ്ഥ പറയുകയാണ്. ആത്മാവിൻ്റെ നേതൃത്വത്തിൽ നോക്കി നിൽക്കാം, പക്ഷെ നോക്കി നിൽക്കാൻ മേലാത്ത പോലത്തെ ഒരു അനുഭവം ഉണ്ട് താനും. ബ്രാക്കറ്റ് മദ്രസ കൊടുക്കുകയാണ്, പറയുകയാണ്, ബാഹ്യമായ ദർശനത്തെ സംബന്ധിച്ച കാര്യമായിരുന്നെങ്കിൽ ഒന്നും പറയുവാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. ഞാൻ നിരീക്ഷിച്ചയാളിന് അങ്ങനെ ഒന്നും അനുഭവപ്പെട്ടിട്ടില്ല. അവളെ സംബന്ധിച്ച സൂക്ഷ്മ വിവരങ്ങളെല്ലാം എനിക്കറിയാം. അനുഭവമില്ലാത്തവയെക്കുറിച്ച് ഒന്നും തീർച്ച പറയുക സാധ്യമല്ലല്ലോ. മോശം പറയുന്ന കാര്യങ്ങൾ സ്വന്തം അനുഭവം അല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്, മറ്റൊരാളുടെ അനുഭവമാണ്. പക്ഷെ അമ്മത്തെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയുന്നത്, ഈ ദർശനത്തിന്റെ പ്രകാശ പ്രചുരിമ നിവേശിതമായ രശ്മിയോടോ അച്ചസ്ഫടികമായ രത്നം കൊണ്ട് നിർമ്മിച്ച യവനികയാൽ ആവരണം ചെയ്യപ്പെട്ട സൂര്യന്റെ പ്രഭയോടോ സദൃശ്യപ്പെടുത്താം. നല്ല സ്ഫടികം കൊണ്ട്, ഒരു നല്ല മങ്ങലും മൂടലും ഒന്നുമില്ലാത്ത സ്ഫടികം കൊണ്ട് ഉള്ളൊരു തിരശ്ശീല കൊണ്ട് സൂര്യനെ മറച്ചു വെച്ചാൽ മറച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും മറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ പോലെയുള്ള പ്രകാശം കടന്നു വരികയാണ്. അതുപോലെയാണ്. അല്ലെങ്കിൽ ദർശനത്തിന്റെ പ്രകാശ പ്രചരണത്തിൽ പറയുന്നത് നിവേശിതമായ രശ്മിയോടോ ഇൻഫ്യൂസ്ഡ്, നമ്മുടെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് തെളിക്കുന്ന ഒരു രശ്മി പോലെയാണ് ഉള്ളിലേക്ക്. അല്ലെ സൂര്യനെ ഇങ്ങനെ ഒരു ഇതുപോലത്തെ ഒരു വിരി കൊണ്ട് മറിച്ചിട്ട് ഒട്ടും മറയാത്ത വിരിയാണത്. ആ സൂര്യനെ നോക്കുന്ന പോലെയാണ്. ബ്രാക്കറ്റ് പറയുകയാണ്, അപ്രകാരം ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെങ്കിൽ, അങ്ങനെ അതായത് അച്ചസ്ഫടികമായ രത്നം കൊണ്ട് നിർമ്മിച്ച യവനിക, അങ്ങനെ ഒരു യവനിക ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ മറിച്ച് സൂര്യനെ നോക്കുന്ന പോലെയാണ്. സൂര്യന്റെ പ്രഭയോടെ സദൃശ്യപ്പെടുത്താം. ആ തിരശ്ശീല വളരെ നേരിയ ലിനൻ ആണെന്ന് തോന്നും. ദൈവം ഈ അനുഗ്രഹം നൽകുന്ന എല്ലാ പ്രാവശ്യവും തന്നെ ആത്മാവ് മൂർച്ഛിത അവസ്ഥയിൽ ലയിച്ചു പോകും. ട്രാൻസ് എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ മൂർച്ഛിത അവസ്ഥയിൽ, ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് ഹർഷപാരവശ്യം വന്നിട്ട് നടന്നു വീണു പോകും. കാരണം അത്ര ഉഗ്രമായ ഒരു ദൃശ്യത്തെ അഭിമുഖീകരിക്കുവാൻ അവൾക്ക് കരുത്തില്ല. അപ്പോൾ രൂപം എന്ന് പറഞ്ഞെങ്കിലും വരച്ചു വെച്ച അല്ല ഫോട്ടോ എടുത്ത് കാണുന്ന രൂപം പോലെ അല്ല. വലിയ പ്രകാശം, അത് സൂര്യന് നോക്കുമ്പോൾ കണ്ണിന് തോന്നുന്ന അസ്വസ്ഥ അല്ലതാനും. പക്ഷെ എങ്കിലും ഒരു നേരിയ അച്ചസ്ഫടികമായ സ്ഫടികം കൊണ്ട് രക്തം കൊണ്ട് ഉള്ള ഒരു വിരിയിട്ട് മറിച്ച സൂര്യനെ നോക്കിയാൽ ആ പ്രകാശം മുഴുവൻ അതുപോലത്തെ പ്രകാശമാണ് ഈ കടന്നു വരുന്നത്. അത് താങ്ങാൻ പറ്റാതെ ഈ ആത്മാവ് ഒരു മൂർച്ഛിത അവസ്ഥ, ട്രാൻസ് അനുഭവത്തിലേക്ക് പോകാനിടവരും ഈ ഭാവന ദർശനം ഉണ്ടാകുമ്പോൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തര സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.